ഇനി എനിക്ക് ചേട്ടനെ കണ്ടപ്പോ എനിക്ക് ചോദിക്കാൻ തോന്നിയ സ്കിൻ കെയർ റുട്ടീൻ എന്താ? ഇത് അതൊരു നിങ്ങൾ പറഞ്ഞു സ്കിൻ കെയർ എന്ത് കിട്ടിയാലും മൊത്തത്തേക്ക് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലയിടത്തും പറഞ്ഞ് എന്തൊക്കെയാ ചെയ്യുന്നത്? തൈര് 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 തേക്കും, മുട്ടയുടെ വെള്ള തേക്കും. മുട്ട നമ്മള് ഓംലെറ്റ് ഓംലെറ്റ് എടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ തോട് നമ്മൾ കളയുമല്ലോ, അതിൻ്റെ അകത്തുനിന്ന് കൈ ഇതൊന്നും ഡെയിലി ചെയ്യുന്ന കാര്യമൊന്നുമില്ല, പറ്റുമ്പോ ചെയ്യും. അത്ര ഒരുപാട് ടാൻ അടിക്കുന്ന ദിവസങ്ങളിലൊക്കെ തൈര് ഇടും. ചിലപ്പോൾ രാവിലെ ഇപ്പോൾ നല്ല ഉറക്ക ക്ഷീണമായിട്ട് ഇവിടെ നിന്ന് ഞാൻ ഇതൊക്കെ എങ്ങനെ എഫക്റ്റീവ് എന്ന് എനിക്ക് അറിയില്ല. ഞാനെന്തോ എനിക്കെന്തോ ഓക്കെയാണ് കേട്ടാ ചെയ്യുന്നത്. കാണുന്നുണ്ട് നമുക്ക് വിസിബിളി. ഞാൻ ഇപ്പൊ ലൊക്കേഷനിൽ രാവിലെ രാത്രി നല്ല ആണല്ല. ഇപ്പൊ ലൊക്കേഷനിലാണ് രാവിലെ പാല് ഞാൻ കട്ടിയാക്കി എടുത്ത് വെക്കും ഫ്രിഡ്ജിൽ. രാവിലെ പോകുമ്പോൾ ഇതിനാ മുഖത്തിട്ടിട്ട് ഞാൻ ലൊക്കേഷനിൽ പോകും. വീട് മൊത്തം നാശം. ഡോട്ട് എല്ലായിടത്തും വീഴുമല്ലോ, അതിനാണ്. അപ്പൊ ഞാൻ ഈ ലൊക്കേഷനിൽ പോകും. ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഇത് പറ്റി പിടിച്ച് അവിടെ എവിടെയൊക്കെ പാലിരിക്കും. അപ്പൊ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് ചേട്ടാ മുഖത്ത് എന്ത് വേണം? ചേട്ടാ അതൊരു ക്രീം ഇട്ടിട്ട് വന്നതാണ്. നമ്മളൊന്ന് കയറ്റി പറയും പാലിട്ടിട്ട് വന്നതൊക്കെ പറയണ്ടല്ലോ. ഈ സൺസ്ക്രീൻ ഒക്കെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യില്ലായിരുന്നു, പക്ഷെ അതൊരു ഭയങ്കര ഇതാണ്. ശരിക്കും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതെന്നറിയാം ഇപ്പോഴൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു നമുക്ക് മനസ്സിലായത്. പണ്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഇടുമായിരുന്നു, അതല്ലാതെ നമ്മൾ ഇടത്തേ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഷൂട്ടിങ്ങിന് ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ടാണ് സൺസ്ക്രീൻ കൂടുതൽ യൂസ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ എന്നറിയാം നമ്മൾ പ്രായം നമ്മളൊന്ന് നമ്മുടെ മാറിക്കഴിയുമ്പോൾ നമ്മൾ ദൈവമൊന്നുമല്ല, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇത്രയും ഞാനിപ്പോൾ ഒരു യങ്ങായിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റാണ്.